നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് NIOS+2 സോഷ്യോളജിയുടെ ചാപ്റ്റർ 3 ആണ്. സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ്. സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെയെല്ലാമാണ് ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം സോഷ്യോളജി എങ്ങനെയാണ് ഹിസ്റ്ററിയിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പം സോഷ്യോളജി എന്ന് വെച്ചാൽ എന്തിനെ പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, സൊസൈറ്റീനെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, സ്റ്റഡീസ് അബൌട്ട് ദി സൊസൈറ്റി, നമ്മുടെ സമൂഹത്തെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി. എന്നാൽ ഹിസ്റ്ററി അങ്ങനെയാണോ? അല്ല. ഹിസ്റ്ററി എന്ന് പറയുന്നത് സ്റ്റഡീസ് അബൌട്ട് ദി പാസ്റ്റ് ഈവൻറ്റ്, പണ്ടത്തെ കാലത്തെ സംഭവങ്ങളെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ്, സോഷ്യോളജി എപ്പോഴും ഫോക്കസ് ഓൺ സോഷ്യൽ ലൈഫ്, സാമൂഹികമായിട്ടുള്ള ജീവിതത്തെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. എന്നാൽ ഹിസ്റ്ററി അങ്ങനെയാണോ? അല്ല. ഫോക്കസ് ഓൺ പാസ്റ്റ് പീപ്പിൾ ആൻഡ് ഇവൻറ്റ്, പണ്ടത്തെ കാലത്തെ ആളുകളെ പറ്റിയിട്ടും പണ്ട് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അടുത്ത്, സോഷ്യോളജി എപ്പോഴും ബേസ് ചെയ്തേക്കുന്നത് ഒബ്സർവേഷൻ രീതിയിലാണ്. ഇപ്പോൾ ഇന്ന് നടന്ന സംഭവങ്ങൾ, ഇപ്പോൾ നടക്കുന്ന എന്തോന്നാണ്, യുദ്ധമാണ്. അപ്പം ഇതൊക്കെ എന്താണ്, ഒബ്സർവ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോഷ്യോളജിയിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. എന്നാൽ ഹിസ്റ്ററിയുടെ ഡേറ്റ എപ്പോഴും പഴയ റെക്കോർഡുകളിൽ നിന്നുമാണ്, പഴയ രേഖകളിൽ നിന്നുമാണ് നമുക്ക് അതിൻ്റെ ബേസിസ് ഉള്ളത്. ഇനി അടുത്ത്, സോഷ്യോളജി എപ്പോഴും ഹെൽപ്സ് ടു സോൾവ് കറണ്ട് പ്രോബ്ലംസ്, നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. എന്നാൽ ഹിസ്റ്ററി എപ്പോഴും എന്താണ്, പണ്ടത്തെ കാലഘട്ടത്തെ പറ്റിയിട്ടും പണ്ടത്തെ ആളുകൾ ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾസിനെയൊക്കെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് പഠിച്ചു വെച്ചേക്കാം, ചിലപ്പം 4 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഈ ഡിഫറൻസ് ചോദിക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സോഷ്യോളജി എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പം സോഷ്യോളജി എപ്പോഴും സ്റ്റഡീസ് ഓഫ് സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നമ്മുടെ സമൂഹത്തെ പറ്റിയിട്ടും സമൂഹത്തിലെ വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയാണോ? അങ്ങനെയല്ല. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സ്റ്റഡീസ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഗവൺമെൻറ്, നമ്മുടെ രാഷ്ട്രീയത്തെ പറ്റിയിട്ടും നമ്മുടെ ഭരണ സംവിധാനത്തെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത്, സോഷ്യോളജി എപ്പോഴും സ്റ്റഡീസ് ദി സോഷ്യൽ ബിഹേവിയർ, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ പെരുമാറ്റത്തെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയാണോ? അല്ല. സ്റ്റഡീസ് ദി പൊളിറ്റിക്കൽ ബിഹേവിയർ, നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള പെരുമാറ്റത്തെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത്, നമ്മുടെ സോഷ്യോളജിക്കകത്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, കുടുംബം വരും, മതം വരും, ജാതി വരും. അതായത് കുടുംബം എന്ന് പറയുമ്പോൾ ഫാമിലി, റിലീജിയൻ, കാസ്റ്റ്, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, നമ്മുടെ സോഷ്യോളജിയിൽ ഡീൽ ചെയ്യുന്നത്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസിൽ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ ഇലക്ഷൻസ്, ലോസ് തുടങ്ങിയ കാര്യങ്ങൾ, അതായത് നിയമം, ഭരണം, തിരഞ്ഞെടുപ്പ്, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്ത്, നമ്മുടെ സോഷ്യോളജിയുടെ വ്യാപ്തി അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്കോപ്പ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കുറവാണ്. ഇതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡീസ് ദി ഇൻഡിവിജ്വൽ, അതായത് ഒരു വ്യക്തിയെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സോഷ്യോളജി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, സ്റ്റഡീസ് ദി ഗ്രൂപ്പ് ഓർ സൊസൈറ്റി, ഒരു സമൂഹത്തെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി സൈക്കോളജി എപ്പോഴും വ്യക്തികളെ പറ്റിയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റാണ്. നമ്മൾ പറഞ്ഞു, വ്യക്തികളുടെ ചിന്ത, പെരുമാറ്റം, ബിഹേവിയർ, ഇതൊക്കെയാണ് നമ്മുടെ സൈക്കോളജിയിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ സോഷ്യോളജി അങ്ങനെയല്ല, ഫോക്കസ് ഓൺ സോഷ്യൽ റൂൾസ്, നോംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ആചാരം, അനുഷ്ഠാനം, സ്ഥാപനം, ഇതിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ സൈക്കോളജിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ഡിപ്രഷൻ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സൈക്കോളജി വഴിയാണ്. ഇനി സോഷ്യോളജിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന സൂയിസൈഡ് റേറ്റ്, ഇതൊക്കെ ഇതിനകത്തായിരിക്കും വരുന്നത്, സോഷ്യോളജിക്കകത്തായിരിക്കും വരുന്നത്. ഇനി അടുത്ത്, സൈക്കോളജിയിലുള്ള ഒരു പ്രൊഫഷണലിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നു. സോഷ്യോളജിയിലുള്ള ഒരു പ്രൊഫഷണലിനെ നമ്മൾ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നു. ഇതാണ് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. ക്ലിയർ അല്ലേ?
ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ആന്ത്രോപോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ആന്ത്രോപോളജി എന്ന് വെച്ചാൽ എന്തോന്നാണ്? സ്റ്റഡീസ് ഓഫ് ഹ്യൂമൻ ഫ്രം ബിഗിനിങ് പാസ്റ്റ് പ്രസൻസ്. അതായത് ആന്ത്രോപോളജി എന്ന് വെച്ചാൽ നരവംശം, ഒരു മനുഷ്യൻ്റെ ഇവല്യൂഷൻ മുതലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. സോഷ്യോളജി എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സൊസൈറ്റീനെ പറ്റിയിട്ട്, മോഡേൺ സൊസൈറ്റീനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇനി ആന്ത്രോപോളജിയുടെ സ്കോപ്പ് അതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ കൾച്ചർ, ലാംഗ്വേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്, അതും പഴയ കാലഘട്ടത്തിൽ. സോഷ്യോളജിയിൽ അങ്ങനെയല്ല, ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ, കറണ്ട് പ്രശ്നങ്ങളും കറണ്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി ആന്ത്രോപോളജിയുടെ എക്സ്പേർട്ടിനെ നമ്മൾ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നു, സോഷ്യോളജിയുടെ എക്സ്പേർട്ടിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നു. അപ്പം ഈ 4 ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് പഠിക്കാനായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഗൈഡിൽ ഈ ചാപ്റ്റർ എടുത്ത് നന്നായിട്ട് വായിക്കുക. ഈ നോട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൈഡിലെ നോട്ട് യൂസ് ചെയ്യാം, അല്ലാതെ ഒരു നോട്ട് ഉണ്ടാക്കി വയ്ക്കാം. കാരണം ഈ ഏരിയയിൽ നിന്നും ഈ ഒരു 4 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നോട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.